ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഈ രാത്രിയിൽ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഫറൂഖിൽ സിറ്റി റോഡിൽ പുതിയ പാലത്തിനടുത്തായിട്ട് കട്ടൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കോഴിക്കോട്ടുകാരാണ്, കൊണ്ടോട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കട്ടൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് അവരുടെ സെക്കൻഡ് റെസ്റ്റോറൻ്റ് ആണ് കോഴിക്കോട് തന്നെ. അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ കൊണ്ടോട്ടിയിലെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടിയിൽ നല്ല റിവ്യൂ ആണ്, നല്ല ഫുഡാണ്. ഇവിടെ നല്ല നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്, എല്ലാത്തിനുള്ളൊരു സൗകര്യമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനോഗ്രേഷൻ്റെ സമയത്ത് നമുക്ക് പുറത്ത് പോകാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തന്നെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ നമുക്കങ്ങനെ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1 വീക്കോ 2 വീക്സോ ആയി തോന്നുന്നു. ഇതെൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള ഒരു വലിയൊരു ഫിഷിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. ഫിഷിൻ്റെ പിക്ചർ മാത്രമല്ല കേട്ടോ, അവിടെ ഫിഷ് സ്പോട്ടിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. നല്ല വിശാലമായ പാർക്കിംഗ് ആണ്. 2 വീലറിന് 4 വീലറിനൊക്കെ പ്രത്യേകം പാർക്കിംഗ് ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ, കാണാനൊക്കെ വേണ്ടിയിട്ട് നല്ല ആംബിയൻസ് ഉണ്ട്. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ ഫിഷിൻ്റെ പിക്ചർ മാത്രമല്ല, ഫിഷ് നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഏത് ഫിഷാണ് വേണ്ടതെന്ന്. ഫിഷ് മാത്രമല്ല, ക്രാബ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. കുറച്ച് ഐറ്റംസ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെന്നത്, 10 o'clock ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാണ് ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കട്ടൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എൻട്രൻസിലുള്ള ഒരു പോർഷനാണ്. മേലേക്ക് അങ്ങോട്ട് നമുക്ക് കയറി പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഭാഗത്താണ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ വെയിറ്റിങ്ങിനുള്ളൊരു ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. പിന്നെ സ്നാക്സ് ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ ജസ്റ്റ് ഏതായാലും പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് മേലേക്ക് കയറിപ്പോയി. മേലെ എങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. മേലെയുള്ള വ്യൂ ആണ് കേട്ടോ അടിപൊളി. ഇത് നമ്മുടെ ഫറൂഖിൻ്റെ പഴയ പാലമാണ്. അതായത് പഴയ പാലം നിങ്ങൾക്ക് അറിയണ്ടായല്ലോ, പഴയ പാലം റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാണ്. അവിടുന്ന് കാണാനുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മൾ മേലെ നിന്ന് നോക്കുന്ന സമയത്ത് താഴെയുള്ള കുറച്ച് വ്യൂസാണ്. ഇത് നിങ്ങൾ കാണുന്നത് ചാലിയാർ പുഴയാണ്. ഇരുട്ടായതുകൊണ്ട് കേട്ടോ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. പിന്നെ ഇതേ നേരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് പുതിയ പാലം. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല ആംബിയൻസ് ആണ്. അവിടെ മുകളിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല, പക്ഷേ അവിടെ നിന്നുള്ള ആംബിയൻസ് കണ്ടോ. നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, അല്ലാതെ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അവിടെ കഴിക്കാം. അല്ല നിങ്ങൾക്ക് പുറത്ത് വന്നിരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ട് നമ്മുടെ ചാലിയാറിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റും പിന്നെ ഒപ്പം ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫുഡ് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ അത് ആസ്വദിക്കുന്ന തന്നെ ഉണ്ട്, താഴെയൊക്കെ നിന്നിട്ടൊക്കെ. നല്ല വ്യൂ ആണ് ഉള്ളത്. പിന്നെ നമുക്കിവിടെ ഉള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പാർട്ടി ഹോള് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് ഇങ്ങനെ അറിയാലോ, ഈ ഒരു അറേബ്യൻ സ്റ്റൈലിൽ ഇവർ കുറേ പോർഷൻസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പ്രൈവസി, ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ, ഫുഡ് കഴിച്ചിട്ട് നല്ല തമാശയൊക്കെ പറഞ്ഞ്, എനിക്കറിയാലോ നമ്മൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമുക്കും കുറച്ച് പ്രൈവസി വേണം. എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് അലമ്പാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസൊക്കെ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആരും കാണില്ല, അല്ല നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇത് ഞാൻ മുകളിൽ നിന്ന് എടുത്ത വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നത് ഇത് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ്. നമ്മൾ മുകളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. നല്ല ഭംഗിയിലാണ് എല്ലാം അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് പാർട്ടി ഹോള് കാണിച്ചു തരാം. പാർട്ടി ഹോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു പാർട്ടി ഹോളൊന്നല്ല, പറഞ്ഞല്ലോ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മീറ്റിങ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഹോള്. എന്നാലും അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു മീറ്റിംഗ്, എന്തെങ്കിലും ഒരു അസോസിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന ചെറിയൊരു പാർട്ടി ഹോള്, ഒരു ചെറുതായിട്ട് അങ്ങനെ, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളത് നല്ല വൃത്തിയായി, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി തോന്നും. ഇത് ആ ഒരു പാർട്ടി ഹോളിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള കട്ടൻസിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് കാണുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ, നിറയെ പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത്ര നേരം തിരക്കായതുകൊണ്ട് നമ്മൾ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് സീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഓർഡർ എടുക്കാനൊന്നും ആൾ വന്നിട്ടില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് ഒക്കെ ഞങ്ങൾ പുറത്ത് നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ നിന്നു. പിന്നെയാണ് നമുക്ക് എന്താ പറയുക ടേബിളൊക്കെ കിട്ടി, നമ്മൾ അകത്തേക്ക് വന്നു, എൻ്റർ ചെയ്തു. ഇതാണ് ഫിഷ് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എല്ലാ വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, മന്തി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഡെസേർട്ട് ആണെങ്കിലും എല്ലാ ഐറ്റംസും നോർമൽ ഹോട്ടലിൽ കിട്ടുന്ന ഐറ്റംസൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ഡെസേർട്ട് ആണെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ജസ്റ്റ് ഓർഡർ ചെയ്തു. പിന്നെയും നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ പിന്നെയും എടുത്ത് നോക്കാനുള്ളൊരു ത്വര. അപ്പോൾ അങ്ങനെ പിന്നെയും എടുത്ത് നോക്കുന്നതാണ് ഈ കാണുന്നത്. ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ക്ഷമ നശിക്കാൻ തുടങ്ങിയിട്ടോ. ആ സമയത്താണ് അവർ 3 പ്ലേറ്റും അതുപോലെ തന്നെ സാലഡും കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോട്ട് വാട്ടർ ചൂടുവെള്ളം ചോദിച്ചു. അപ്പോൾ ചൂടുവെള്ളം ചോദിച്ചപ്പോൾ അവർ തന്നു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പ്രത്യേകിച്ച് ഇങ്ങനെ സ്മെല്ലൊക്കെ വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഏകദേശം സാലഡ് അവസാനിപ്പിച്ചു. ഇതിൽ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലി ക്യാബേജ് കഴിക്കാത്ത ഫാമിലിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്ലേറ്റിൽ കാണുന്നത് ക്യാബേജ് മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. ബാക്കി ഫുൾ സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഞങ്ങളൊരു 10 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫുഡ് കഴിച്ചു. അച്ചുവിൻ്റെ ക്ഷമ നശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് പുറത്ത് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ തന്നെ എന്താ പറയുക ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ്സ് കഴിഞ്ഞു. നല്ല തിരക്കാണ് കേട്ടോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടും അതുപോലെ തന്നെ ക്ഷമ നശിക്കാൻ തുടങ്ങി. ക്ഷമ മാത്രമല്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായി വിശന്ന് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ലേറ്റ് ആയത്. അച്ചു ലാസ്റ്റ് അക്രമാസക്തനാവാൻ തുടങ്ങി. അവൻ പതുക്കെ ഇങ്ങനെ ഇടിക്കാനും, കാരണം അവന് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടി കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ അവൻ നല്ല ഉപദ്രവിക്കാൻ തുടങ്ങി, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഫുഡ് വരുന്നില്ല, അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ആകെ ഇങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടോ ആണ്. പിന്നെ അച്ചുവിനുണ്ടായിരുന്നത് മന്തി റൈസും ഒരു ക്വാർട്ടർ അൽഫാമാണ്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ എല്ലാ ഫുഡും ഞങ്ങളുടെ ബാക്കി വന്ന ഫുഡ് കഴിക്കുന്ന ഒരാളുണ്ടല്ലോ, ആൾ ഡയറ്റിലായതുകൊണ്ട് തൽക്കാലത്തിന് ഒരു റൊട്ടി മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. ഞാൻ എൻ്റെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആർക്കും കൊടുക്കില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്തായാലും ബാക്കിയാവും, എന്നെക്കൊണ്ട് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. അപ്പം ഫൈനലി ഫുഡ് വന്നു. അച്ഛൻ്റെ മന്തി റൈസ് മാത്രം വന്നില്ല, ബാക്കി ഉള്ള ഫുഡൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ വിശപ്പ് അത്രയും നേരം ഞങ്ങൾ വിശന്ന് ഇരിക്കുകയായിരുന്നു. അങ്ങനെ വിശപ്പ് ഇതാണ് എൻ്റെ ഫുഡ്. ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ. എനിക്ക് ഈ പറയുന്ന പോലെ ഓർഡർ ചെയ്യുമെങ്കിലും എന്നെക്കൊണ്ട് കഴിക്കാൻ ഇതൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും കുറച്ചൊക്കെ ബാക്കിയുണ്ട്. എന്നാലും ഞങ്ങൾ മാക്സിമം പറ്റുന്നിടത്തോളം ഫുഡ് വേസ്റ്റ് ആക്കാതെ നമ്മൾ നോക്കാറുണ്ട്. പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീമിന് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മൾ ഉള്ളിലിരുന്നുകൊണ്ട് നമുക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് പുറത്തിരുന്നിട്ട് ഇതേ കണ്ട അവിടേക്ക് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് പുഴയുടെ ചാലിയാറിന് തൊട്ട് ഇപ്പുറത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് നമ്മൾ വിചാരിച്ചു ഐസ്ക്രീം അവിടെ ഇരുന്ന് കഴിക്കാം, ആ ഒരു വ്യൂവും കൂടി ആസ്വദിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു പുറത്തേക്ക് ഐസ്ക്രീം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട സെയിം വ്യൂ തന്നെയാണ്. പക്ഷേ നമുക്ക് പുറത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു ചെറിയ തണുത്ത കാറ്റും ഒക്കെ കൊണ്ടിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ കുറേ നേരം അവിടെ ഇരുന്നു. കട്ട പോസ്റ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെയുള്ള ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു അറേബ്യൻ മോഡലിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പല ഹോട്ടലുകളിലുണ്ട്. അപ്പോൾ വിചാരിച്ചു വെറുതെ അവിടെ പോസ്റ്റ് ആയിരിക്കില്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചതാണ്. ഇവിടെ കുറച്ച് അത്യാവശ്യം ഒരു 10 പേർക്കൊക്കെ ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ട്. 3 ക്യാബിനിലുണ്ട്. ഇതേപോലെ നമുക്ക് ഇരുന്ന് നല്ല ആസ്വദിച്ച് കഴിക്കാം. ഫ്രണ്ട്സൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫറൂഖിൽ ഇത്രയും നല്ലൊരു ഹോട്ടൽ വേറെ ഇല്ല. അപ്പോൾ ഇതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അറേബ്യൻ മജ്ലിസും കാലിക്കറ്റ് ഹോട്ടലൊക്കെ ഉള്ളത്. പക്ഷെ അവിടെ ഇങ്ങനൊരു ആംബിയൻസ് ഇല്ല. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഐസ്ക്രീം വന്നു. അപ്പോൾ ഐസ്ക്രീം കഴിച്ചു തുടങ്ങട്ടെ.
അപ്പോൾ അച്ചു അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എവിടേക്കോ നടന്ന് എന്തൊക്കെയോ കാണുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് ഐസ്ക്രീം വന്നു. പക്ഷേ എനിക്ക് അവനെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഐസ്ക്രീം കഴിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ അവൻ വന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഒന്ന് അവൻ്റെ ഒരു ഫേവറേറ്റ് ഐസ്ക്രീമാണ് ചോക്ലേറ്റ് വിത്ത് സൺഡേ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ട് ഒരു സൺഡേ നമ്മൾ ഡച്ച് ചോക്ലേറ്റ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു മിക്സ്ചറും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പതിയെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാറെടുത്ത് വന്നു. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നല്ല പാർക്കിംഗ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് അടിപൊളിയാണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. ഫുഡും അടിപൊളിയാണ്, ആംബിയൻസും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വരിക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്